നമ്മുടെ അണ്ണൻ്റെ പാട്ടിറങ്ങുമ്പോൾ അത് ആൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ തന്നെ ആക്കും നമ്മുടെ ഫാൻസുകാർ എല്ലാവരും. പക്ഷേ ഗോട്ട് സിനിമയിൽ അങ്ങനെ ഒന്നുമല്ല. ഒന്നിറങ്ങുമ്പോൾ ഒന്ന് വെറും ചവറാക്കി മാറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം ഇറങ്ങിയ ഫോർത്ത് സിംഗിൾ അത് യുവൻ ശങ്കർ രാജ നല്ല രീതിയിൽ തന്നെ പണിയെടുത്തിട്ടുണ്ട്. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അവിടെ ഇവിടെയൊക്കെ പല സിനിമയിൽ നിന്നും കോപ്പി അടിച്ച പോലെയാണ് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പക്ഷേ അത്രയ്ക്കും ഗംഭീരമായിട്ടുണ്ട്. ഗോട്ട് സിനിമ കേരളത്തിൽ 700 പരം സ്ക്രീനിൽ കളിക്കാൻ പോവാണ്. ഒഫീഷ്യൽ പുതിയ പോസ്റ്ററൊക്കെ ഇറക്കിയിട്ടുണ്ട് ഗൂഗിൾ സിനിമാസിൻ്റെ ബാനർ. ഇപ്പോൾ ഇതാ പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുവാണ്. സിനിമയുടെ മൊത്തം ബഡ്ജറ്റ് സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുവാണ്. ഏകദേശം 400 കോടിയാണ് സിനിമയുടെ മൊത്തം ബഡ്ജറ്റായിട്ട് പറയുന്നത്. നമ്മുടെ സൂര്യ അന്നത്തെ കങ്കുവ സിനിമ പോലും ജസ്റ്റ് ഒരു 300-350 കോടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയ്ക്കും ഒരു ഹ്യൂജ് ബഡ്ജറ്റിലാണ് ഗോട്ട് സിനിമ ഇറങ്ങുന്നത്. ഇത് നമ്മുടെ ദളപതി അണ്ണൻ പ്രതിഫലം മാത്രം മേടിച്ചിരിക്കുന്ന ഏകദേശം 200 കോടിയാണ്. എൻ്റെ മോനെ, അത് കേൾക്കുമ്പോൾ ഒരു ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഒരു സാലറി മേടിക്കുന്ന ഒരു ആക്ടർ നമ്മുടെ ദളപതി അണ്ണൻ തന്നെയാണ്. ഇത്രയും ഒരു ഹ്യൂജ് പ്രതിഫലം മേടിക്കാൻ നമ്മുടെ അണ്ണൻ ഇതിന് മാത്രം പെർഫോമൻസ് സിനിമ കാണിക്കുന്നുണ്ടോ? അത് ഇല്ല. പക്ഷേ വിജയ് എന്ന ബ്രാൻഡ്, ഇത്രയും ഹ്യൂജ് സാറ്റലൈറ്റ് റൈറ്റ്സ് ഉള്ള ഒരു ആക്ടർ, ഇത്രയും ഒരു ഹ്യൂജ് ഫാൻസ് ഉള്ള ഒരു ആക്ടർ, അത് ഇന്ത്യയിലല്ല ലോക സിനിമയിൽ വേറെ ഒരാൾക്കും തന്നെ കാണത്തില്ല. നമ്മുടെ അണ്ണന് മാത്രമാണ് സ്വന്തം. നിങ്ങളും ഫോർത്ത് സിംഗിൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് അടി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.